കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും തക്കാളിയും ഉരുളക്കിഴങ്ങും ഇട്ടൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അതിന് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നു, ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നു, തക്കാളി സവാള സ്ലൈസ് ചെയ്ത് വച്ചിരിക്കുന്നു, ഇഞ്ചി ഒരു കഷ്ണം, 6-7 പീസ് വെളുത്തുള്ളി പീസ്, ഒരു കഷ്ണം സവാള, ഒരു പച്ചമുളക് ഇത് ചതക്കാൻ വേണ്ടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, നെയ്യ്, ഉപ്പ് എല്ലാ അതാത് അവസരങ്ങളിൽ കണക്ക് പറഞ്ഞു തരാം ഇടുന്നത്. അരി ജീരകശാല കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് ആവശ്യം. പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. കുക്കർ ചൂടാകുമ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ നെയ്യാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നെയ്യ് നല്ലവണ്ണം ചൂടാകുമ്പോൾ അതിൽ കുറച്ച് കറുവപ്പട്ടയും തക്കോലവും ജാതിപത്രയും കറുവപ്പട്ടയും ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട എല്ലാം നല്ല പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണിത്. ധൃതിക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ്. കുറച്ച് നേരം ഇതും പച്ചമണം മാറുന്നത് വരെ ഇട്ട് മൂപ്പിക്കണം. അടുപ്പിൽ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് സവാള പൊരിച്ചെടുക്കണം. ചോറിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനാണ് ഇത് പൊരിക്കുന്നത്. അതിനിടയിൽ ഈ പച്ചമണം പകുതി മാറി വരുമ്പോഴേക്കും ഈ അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അധികം കളർ വേണ്ടല്ലോ, അതിന് വേണ്ടി. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി പച്ചമസാലയുടെ മണം പോകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കും. ഇവിടെ ഉള്ളി പൊരിക്കാനിട്ടിരിക്കുന്നത് നല്ലവണ്ണം മൊരിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പൊരിക്കാൻ വെച്ച ഉള്ളി നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. പകുതി മൊരിയിച്ച് വെച്ചാൽ പിന്നെ ഇച്ചിരി ഇതിൽ കിടന്ന് നല്ല മൊരിഞ്ഞോളും. പച്ചമണം മാറി വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം നല്ലവണ്ണം ഇളക്കി മൂപ്പിച്ച് എടുക്കണം. നല്ല മണം വരുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ചെറുതായി ഒന്ന് അടച്ച് വെച്ചേക്കാം. മൂടി തുറന്നതിന് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഈ കപ്പിൽ 3/4 കപ്പോളം അരിയുണ്ട്, അത് ഇട്ട് കൊടുക്കാം.
ഇട്ട് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം മുക്കാൽ ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അരി വെള്ളം ഇട്ട് കൊടുക്കണം, എന്നാലേ അരി വേവുള്ളൂ. ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ നല്ലപോലെ വന്നിട്ട് ഒരു വിസിൽ വരുമ്പോൾ അപ്പം തന്നെ നിർത്തി ഓഫാക്കി വെക്കണം. കുക്കറിൽ ഒരു വിസിലും പിന്നെ ഒരു അര വിസിലും വന്നതിന് ശേഷം പ്രഷറെല്ലാം പോയിട്ട് ചോറ് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല മണിമണി പോലെ ഇരിക്കണം. അതിൽ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഉള്ളി പൊരിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം, ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ല രുചിയുള്ള മലക്കറി വെജിറ്റബിൾ ബിരിയാണിയാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. അതിനുശേഷം കുറച്ച് നേരം അടുപ്പ് കത്തിച്ച് തുറന്ന് വെച്ച് ഒന്ന് ദമ്മിലിടുന്നത് പോലെ ഒന്ന് വെക്കാം. ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഉപ്പെല്ലാം നോക്കാം. ഉപ്പെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. കൈമ അരി ആയതുകൊണ്ടാണ് ഒരു വിസിലും കുറച്ചധികം വെച്ചത്. സാധാരണ അരിയാണെങ്കിൽ ഒരു വിസിൽ തന്നെ വെന്ത് വരും. ഒരു 5 മിനിറ്റ് ദമ്മിലിരിക്കട്ടെ. ഇങ്ങനെ നല്ല രുചിയുള്ള വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഇത്, ബാച്ചിലേഴ്സായ കൂട്ടുകാർക്കും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ സാലഡും പപ്പടം പൊരിച്ചതും എല്ലാം വെച്ച് അച്ചാറും കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിവിടെ സാധാരണ ചോറാണ് വെക്കാനിരുന്നത്. മീൻകാരൻ വരുമെന്ന് കാത്തിരുന്നിരുന്ന് മീൻ കൊണ്ടുവരാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റുള്ള ചോറാണിത്. ഉപ്പും എല്ലാം കറക്റ്റ്. ഒരു പച്ചമുളകേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി കുറച്ച് നേരം അടച്ചു വെക്കുക. ഈ ചോറ് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബായ്.